ഇന്നായിരുന്നു ഓണത്തോടനുബന്ധിച്ചുള്ള നിറച്ചാർത്തിലെ ഹെൽത്തി ബേബി ഷോ. അതിൽ ചെസ് നമ്പർ 2 ആയിരുന്നെങ്കിലും 1 വരാത്തതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം കയറി. ചെസ് നമ്പർ 2. ജഡ്ജസ് പ്ലീസ് നോട്ട്, ചെസ് നമ്പർ 2 ആദിഭദ്ര അഖിൽ. എന്താവും എങ്ങനെയാവും എന്നുള്ള ടെൻഷനിൽ നിൽക്കുമ്പോൾ എന്നെ സൂം ചെയ്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക എൻ്റെ കെട്ടിയോ. ഇതൊന്നുമല്ല, എൻ്റെ മോള് ജനിച്ച ശേഷം എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് വാക്കുകൾ കൂട്ടിച്ചേർത്ത് അവൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ ഒരു താരാട്ടുപാട്ടാണ് ഞാൻ ഇതിവിടെ അവതരിപ്പിക്കാം. ആരാരിരാരോ ആരാരിരാരോ ആരാരിരാരിരോ ചാഞ്ചി ചാഞ്ചാടി ചാച്ചൻ കുഞ്ഞിന്നമ്മതിന്മാറിൽ ചാഞ്ചി ചാഞ്ചാടി ചാച്ചൻ കുഞ്ഞിന്നമ്മതിന്മാറിൽ അമ്മിഞ്ഞ പാലിൻ മധുരം നുകർന്ന് അമ്മതിന്മാറിൽ കുഞ്ഞുറങ്ങൂ. അമ്മിഞ്ഞ പാലും നുടഞ്ഞ് നുകർന്ന് അമ്മതിന്മാറിൽ കുഞ്ഞുറങ്ങൂ. കുഞ്ഞേ ഉറങ്ങ് കുഞ്ഞേ ഉറങ്ങ് കുഞ്ഞേ ഉറങ്ങുറങ്ങ് കുഞ്ഞേ ഉറങ്ങ് കുഞ്ഞേ ഉറങ്ങ് കുഞ്ഞേ ഉറങ്ങുറങ്ങ്. ആരാരിരാരോ ആരാരിരാരോ ആരാരിരാരിരാരോ. ചെറിയൊരു ടെൻഷൻ ഉണ്ടായെങ്കിലും നല്ല രീതിയിൽ പാടാനും സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. പിന്നെ അടുത്ത സെക്ഷനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു എല്ലാവരും. പെർഫോമൻസ് റൗണ്ട് കഴിഞ്ഞിട്ട് അടുത്തത് റാമ്പ് വാക്ക് ആയിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റേജിലൊക്കെ കയറി ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തണേ. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും മോള് വലിയ അലമ്പൊന്നും ഇല്ലാണ്ട് ഇരുന്നുകൊണ്ട് അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചു. ക്യാമറയിലേക്ക് നോക്കി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് അവൾ എന്ത് ചെയ്താ അച്ഛനെ നോക്കില്ല, ബാക്കി എല്ലാവരെയും നോക്കി, അടുത്തിരുന്ന ചേട്ടന്മാരെയൊക്കെ നോക്കി. ആ റാമ്പോക്ക് കഴിഞ്ഞ് ചെറിയൊരു ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. എല്ലാവരും ഒന്ന് കൈ അടിച്ചിട്ട് ഇവരെ വെൽക്കം ചെയ്തേ. ആദിഭദ്ര അഖിൽ അമ്മ മൈക്കൊന്ന് കൊടുക്കാമോ? ആദിഭദ്രയുടെ അമ്മയുടെ പേരെന്താണ്? ഫ്രാൻസി. ഫ്രാൻസി. ഓക്കെ. ബാബ എത്ര മാസമായി? നാളത്തേക്ക് 9 മാസം. നാളത്തേക്ക് 9 മാസം. നമ്മുടെ ആദ്യത്തെ റൗണ്ടിൽ, ടാലന്റ് റൗണ്ടിൽ ഒരു നല്ല താരാട്ടുപാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. വളരെ ഗംഭീരമായിരുന്നു. അപ്പോൾ അത് വാവ ഉണ്ടാവുന്നതിന് മുമ്പേ എഴുതി വെച്ചോ അതോ വാവ ഉണ്ടായതിന് ശേഷമാണോ അങ്ങനെ ഒരു താരാട്ടുപാട്ട് എഴുതി? വാവ ജനിച്ചതിന് ശേഷം അവളെ ഞാൻ പല ടൂറുകളാണ് ചിലപ്പോൾ മൂളിയൊക്കെ കൊടുക്കാം. ഒരു ദിവസം അതിൽ ഇരിക്കുന്ന ടൈമിൽ എൻ്റെ മനസ്സിൽ ചില വാക്കുകൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ തന്നെ ട്യൂൺ കൊടുത്തത് മാത്രം. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്തത് എല്ലാവരും കൂടി നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ സ്റ്റേജിൽ കയറി. അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാവരും ആ സ്റ്റേജിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും പേരാണ് നമ്മുടെ ആ പരിപാടിക്ക് വന്നിരുന്നത്. 1 ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 2 ആദിഭദ്ര അഖിൽ. വാവ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒഫീഷ്യൽ പ്രോഗ്രാമിൽ പങ്കെടുക്കണേ. അപ്പം അതിൽ തന്നെ വിന്നറാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങിച്ചത് ഞങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇത്രയും മനോഹരമാക്കിയത് എൻ്റെ കെട്ടിയവൻ തന്നെയാണ്. ഈ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്ത ടൈം മുതൽ ഞങ്ങളുടെ കൂടെ നിന്നത് സിന്ധു ടീച്ചറായിരുന്നു. ഏറെ സ്നേഹത്തോടെ നന്ദി പറയാണ്. ഒരിക്കൽ കൂടി ഈ പരിപാടിയുടെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി പറയാണ്. ആദ്യമായിട്ട് പങ്കെടുത്ത പരിപാടി ഇത്രയും മനോഹരമായതുപോലെ ഇനിയും ഒരുപാട് പരിപാടികളിൽ
നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പങ്കെടുക്കാനും ഇതൊരു തുടക്കമാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.